നമ്മളിന്ന് റെഡ് ബീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. എന്നാൽ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഫ്ലേവറിലുള്ള കേക്കുകളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് വാനില സ്പഞ്ച് കേക്ക്, അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്ക്, പിന്നെ ചോക്ലേറ്റ് കേക്ക്. ഇങ്ങനെ 3 കേക്കുകളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്പഞ്ച് ഉണ്ടാക്കുന്നത് 2 സ്പഞ്ച് ഒരു ബാറ്ററിൽ നിന്നും പിന്നെ റെഡ് വെൽവെറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വാനിലയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറുള്ള കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4 മുട്ട എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെയായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിപ്പം ഇതിൻ്റെ മിക്സ് മാത്രമേ റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എഗ് ബാറ്ററിലോട്ട് ഇതൊന്ന് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഈക്വലായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് 2 കേക്കല്ലേ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് 2 ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചിട്ട് രണ്ടും ഈക്വലായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വാനില സ്പഞ്ചിലോട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. കാരണം നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആക്കുമ്പം അതിലേക്ക് ചോക്ലേറ്റ് പൗഡർ, അതായത് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ചുകൂടി ബാറ്റർ കൂടുതലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വാനില സ്പഞ്ച് ചെയ്ത സമയത്ത് ഇത്തിരി കൂടി കൂടുതൽ ബാറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൗളിന് 2 ബൗൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് ആദ്യം വാനില സ്പഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്ററും റെഡിയാക്കാം. അപ്പം ആദ്യം വാനില സ്പഞ്ചിനുള്ള ബാറ്ററി ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. അപ്പം ബേക്കിംഗ് സോഡ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ്. ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഗ്യാസിൽ ഒരു അലുമിനിയത്തിൻ്റെ തട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലാണ് കേട്ടോ നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള പാത്രം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ടിൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ് അത്രയും മതിയാവും കേട്ടോ നമ്മളുടെ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ലെയറിനുള്ള കട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് റെഡ് വെൽവെറ്റിലോട്ടുള്ള ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി വെക്കാം.
അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കുന്ന സമയം കൊണ്ട് അതൊന്ന് റെഡിയായി കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒരു ബൗളിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഇതൊന്ന് ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു സെയിം പാനിലോട്ട് തന്നെ എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാം. കേക്ക് മാറ്റിയിട്ട് ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ പാനിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാൻ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 15 മിനിറ്റ് മതിയാവും ഇതും റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അത്രയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്തിന് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. റെഡ് വെൽവെറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് റെഡ് കളർ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൂപ്പർ റെഡ് ആണ് എടുത്തിട്ടുള്ളത്. ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ചൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കളറ് നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലോട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 10 to 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയ സമയത്ത് തന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 3 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഐസിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും നമ്മൾ റെഡിയാക്കുന്നത്. പിന്നെ
പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിലോട്ട് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് റെഡ് കളർ ഗണേഷ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബേസിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ, പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. കേക്കിൻ്റെ മുകളിൽ റെഡ് വെൽവെറ്റിൻ്റെ പീസസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് റെഡ് വെൽവെറ്റ് വെച്ചതുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് മുകളിൽ ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് 2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഷുഗർ സിറപ്പാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കിയിട്ടുള്ളത് ഒരു 1/2 കപ്പ് ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഇത് രണ്ടും കൂടി നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു. അതാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് വാനില കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആണ് കേട്ടോ. ഇത് നമ്മൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിങ്ങിനും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇത് ആദ്യം ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഒരു കോട്ടിങ് കൂടി ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതിന് ശേഷം രണ്ടാമത്തെ കോട്ടിങ് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് ഈ സമയത്തിൻ്റെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഒന്ന് ഫ്രീസറിൽ വെക്കാം. നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചോപ്പ് കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൂപ്പർ റെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് 1-1.5 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് കളറിൽ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കേക്ക് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് വെക്കുക കേട്ടോ. ഇതിൽ നിന്ന് എക്സസ് ആയിട്ട് വരുന്ന ക്രീമൊക്കെ ഒന്ന് പോവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഒന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡായിട്ട് പുതിയൊരു ഡിസൈൻ വന്നോളും. നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡായിട്ട് നല്ലൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അവിടെ ആനിവേഴ്സറിയുടെ സ്റ്റിക്കും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ബോൾസും വെച്ച് കൊടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റെഡ് ബീ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ
എന്നും പറയും പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്